വെള്ളിത്തിരയിലെ മിന്നും താരങ്ങളൊന്നും നമ്മൾ കരുതുന്നത്ര പാവങ്ങളല്ല. സിനിമയിൽ അവർ അത്ര കണ്ട് ദാനശീലരും സഹായ മനസ്കരും ഒക്കെ ആയിരിക്കാം. എന്നാൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളായി ഉയരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. ഒരു സിനിമ എടുക്കുകയെന്ന ജീവിതമോഹവുമായി വരുന്ന നിർമ്മാതാക്കളൊക്കെ ഇതുകൊണ്ട് തന്നെ ജീവിക്കാൻ ഗതിയില്ലാതെ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് വേറെ ആരുമല്ല, പ്രശസ്ത സിനിമാ നിർമ്മാതാവ് സുരേഷ് കുമാർ ആണ്. ഇനിയും ഇതിനൊരു തീരുമാനമായില്ലെങ്കിൽ സംഗതി കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ സമരമാർഗവുമായി സിനിമാ സംഘടനകൾ മുന്നിട്ടിറങ്ങുകയാണ്. ജൂൺ 1 മുതലാണ് സിനിമാ സമരം തുടങ്ങുന്നത്. സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിരിക്കുന്നത്. GST നികുതിക്കൊപ്പമുള്ള വിനോദ നികുതി സംസ്ഥാന സർക്കാർ പിൻവലിക്കണം, താരങ്ങൾ വലിയ പ്രതിഫലം കുറയ്ക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. സിനിമാ നിർമ്മാണം പ്രതിസന്ധിയിലായിട്ടും താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. ഇതുകൊണ്ട് നിർമ്മാതാക്കൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും അവർക്കൊരു വിഷയമേ അല്ല. മാത്രമല്ല, വിനോദ നികുതിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ചർച്ച നടത്താൻ ശ്രമിച്ചിട്ടും സർക്കാർ അതിന് തയ്യാറാവുന്നില്ല. ജൂൺ 1 മുതൽ സിനിമകളുടെ ചിത്രീകരണവും പ്രദർശനവും നിർത്തിവെക്കുമെന്നാണ് സംഘടനകളുടെ നിലപാട്. പുതിയ നടീനടന്മാർ പോലും ഉയർന്ന പ്രതിഫലമാണ് ആവശ്യപ്പെടുന്നത്. ഇത് താങ്ങാനാവുന്നില്ലത്രേ. പ്രതിഫലത്തിന് പുറമെ അഭിനേതാക്കൾക്ക് GST നൽകേണ്ടി വരുന്നത് ഇരട്ടി ഭാരമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പുറമെയാണ് സർക്കാർ വിനോദ നികുതിയും പിരിക്കുന്നത്. പ്രതിഫലം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അഭിനേതാക്കൾക്ക് ഡബ്ബിങ്ങിന് മുൻപ് പ്രതിഫലം നൽകണം എന്ന വ്യവസ്ഥ മാറ്റി റിലീസിന് മുൻപ് മുഴുവൻ പ്രതിഫലവും കൊടുക്കണം എന്നാക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ ഇതുവരെ അമ്മ മറുപടി നൽകിയിട്ടില്ല. ഇനിയും ഈ അവസ്ഥയാണെങ്കിൽ തകർച്ചയുടെ വക്കിലായ മലയാള സിനിമ തിരിച്ചെടുക്കാൻ കഴിയാത്ത അത്ര താഴെയായി പോകും. പല നിർമ്മാതാക്കളും നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണ്. കഴിഞ്ഞ മാസം മാത്രം 110 കോടി രൂപയാണ് നഷ്ടമായത്. മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ 10 ഇരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നത്. അത് മാത്രമല്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും പല താരങ്ങളും ഇതിനും തയ്യാറാവുന്നില്ല. സിനിമയ്ക്ക് ശേഷം സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പല പരിപാടികൾക്കും വിളിച്ചാൽ പോലും പലരും വരുന്നില്ല. ഇനി വരുന്നവരാവട്ടെ എന്തോ ഔദാര്യം ചെയ്യുന്ന പോലെയാണ്. ഈ രീതികളോടൊന്നും ഒട്ടു യോജിക്കാൻ കഴിയില്ല. ഒരു പ്രതിബദ്ധതയും ഈ മേഖലയോട് അവർക്കില്ല. കഴിഞ്ഞ വർഷം 200 സിനിമകൾ ഇറങ്ങിയതിൽ 24 സിനിമകൾ മാത്രമാണ് ഓടിയത്. വിജയ ശതമാനം വെറും 12 ആണ്. 176 സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. അതുണ്ടാക്കിയ നഷ്ടം 650 മുതൽ 750 കോടി രൂപയ്ക്ക് ഇടയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമയൊരു മായിക ലോകത്തിനുപരി ഒരുപാട് ആളുകളുടെ ജീവിത മാർഗവുമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ വിണ്ണിലെ താരങ്ങൾ ഇനിയും മണ്ണിലേക്ക് ഇറങ്ങിയില്ല എങ്കിൽ പണിയില്ലാതെ എല്ലാവരും വീട്ടിലിരിക്കേണ്ടി വരും. അതൊടുവിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നത് പോലെ ആയിരിക്കും.